ആയിരക്കണക്കിന് യുവാക്കളിൽ ആത്മീയ ദർശനം പകർന്ന് ദൈവസ്നേഹത്തിലേക്കും രക്ഷയിലേക്കും വഴിനിർത്തിയ ക്രൈസ്തവ സുവിശേഷ പോരാളി, ഇന്ത്യ ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റിന്റെ മുന്നണി പ്രവർത്തകൻ ഇവാഞ്ചലിസ്റ്റ് വി.സി. ജെയിംസൺ തന്റെ 64-ാമത് വയസ്സിൽ 2026 ഫെബ്രുവരി 17 നിത്യതയിൽ ചേർക്കപ്പെട്ടു. 1961 ഓഗസ്റ്റ് 1 കൊല്ലം ആയൂർ വിളയിൽ വീട്ടിൽ ചാക്കോയുടെ മകനായ ജെയിംസൺ പിറന്നു. സുവിശേഷ ദൗത്യത്തിന്റെ ഭാഗമായി ദീർഘവർഷ സേവനത്തിന് ശേഷം എറണാകുളത്തായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. 43 വർഷമായി ക്യാമ്പസ് ക്രൂസേഡിൽ സജീവമായി പ്രവർത്തിച്ചു വന്നിരുന്ന വി.സി. ജെയിംസൺ നിലവിൽ സൗത്ത് ഏഷ്യ DMPD കോർഡിനേറ്റർ ആയിരുന്നു. ബാംഗ്ലൂർ, പാലക്കാട്, തൊടുപുഴ, തൃശൂർ, എറണാകുളം, ഇടുക്കി എന്നീ സ്ഥലങ്ങൾ തന്റെ പ്രവർത്തന മേഖലയായിരുന്നു. അറിയപ്പെടുന്ന ക്രൈസ്തവ ഗാനരചയിതാവും ഗ്രന്ഥകാരനും പ്രഭാഷകനുമായിരുന്നു അദ്ദേഹം. യേശുവേ പൊന്നുനാഥ എന്നുമേഘേ വന്നിടുന്നേ എന്ന മനോരമ മ്യൂസിക് പുറത്തിറക്കിയ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചത് വി.സി. ജെയിംസൺ എന്ന മിഷണറിയായിരുന്നു. പാലക്കാട് ജില്ലയിലാണ് സുവിശേഷ ദൗത്യം ആരംഭിച്ചത്. തുടർന്ന് ഇടുക്കി ജില്ലാ ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റിന്റെ ജില്ലാ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. 1993 തൊടുപുഴ ഡീപോൾ ഹൈസ്കൂളിൽ നടത്തപ്പെട്ട 1000-ലധികം യുവാക്കൾ പങ്കെടുത്ത എക്സ്പ്ലോ 93 എന്ന സുവിശേഷ പരിശീലന ക്യാമ്പിന് നേതൃത്വം നൽകുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഈ 4 ആത്മീയ നിയമങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിലൂടെ ഒരുവനെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുവാനും വിശ്വാസത്തിൽ വളർത്തുവാനും തന്റെ ശിഷ്യന്മാരും സാക്ഷികളാക്കി മാറ്റുന്നതുമായ ദൗത്യമായിരുന്നു അദ്ദേഹം നൽകിയത്. ഇടുക്കി ജില്ലയുടെ സമ്പൂർണ്ണ സുവിശേഷീകരണം ലക്ഷ്യമാക്കി ജീസസ് ഫിലിം ടീം രൂപീകരിച്ച് ഇടുക്കി ജില്ലയുടെ വിവിധ മലനിരക്കുകളിലും ഗ്രാമങ്ങളിലും സുവിശേഷം എത്തിക്കുവാൻ ജീസസ് ഫിലിം ടീമിനോടൊപ്പം അദ്ദേഹം അണിചേർന്നു. അന്ന് ജീസസ് ഫിലിം ടീം പ്രവർത്തകരായിരുന്ന നിരവധി യുവാക്കൾ പിന്നീട് വിവിധ സഭകളിൽ പൂർണ്ണസമയ സുവിശേഷ വേലക്കാരായി മാറി. ഇന്ത്യ ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റ് സംഗീത വിഭാഗമായ ഹാർട്ട് ബീറ്റ്സിൽ അദ്ദേഹം അണിചേർന്നു. ക്രൈസ്തവ ഗാനരംഗത്ത് അദ്ദേഹം തന്റേതായ സംഭാവനകൾ നൽകി. നിരവധി ഭക്തിഗാനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ നിർഭരമായ തൂലികയിലൂടെ എഴുതപ്പെട്ടു. എക്സ്പ്ലോ 93 എന്ന മഹായുവജന സുവിശേഷ പരിശീലന പ്രോഗ്രാമിന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട 50ഓളം വിദ്യാർത്ഥി ലീഡർമാരെ ബാംഗ്ലൂരുള്ള ഇന്ത്യ ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റിന്റെ ഹെഡ് ഓഫീസിൽ മികച്ച പരിശീലനത്തിനായി കൊണ്ടുപോയി. അതോടൊപ്പം ന്യൂ ലൈഫ് റേഡിയോ ക്ലബിലൂടെ യുവാക്കളുടെ ആത്മീയവും കലാ സാംസ്കാരിക വളർച്ചയ്ക്കും ഉതകുന്നതുമായ നിരവധി പ്രോഗ്രാമുകൾ നടത്തപ്പെട്ടു. വിവിധ കോളേജുകൾ കേന്ദ്രീകരിച്ചും സഭയുമായുള്ള ബന്ധത്തിലും സഭാ വ്യത്യാസം കൂടാതെ നിരവധി വിദ്യാർത്ഥി പരിശീലന ക്യാമ്പുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. ഒരു തവണ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ഓരോ വിദ്യാർത്ഥി ലീഡർമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ എല്ലാ വിവരങ്ങളും ജീവിതകാലം വരെ മറക്കാതെ സൂക്ഷിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല, അവരുടെ വിശ്വാസയാത്രയിൽ അവരെ വീഴാതെ ഉറപ്പിക്കുന്നതിനായി അദ്ദേഹം ഒരു വെളിപ്പാടകലെ നല്ല സുഹൃത്തായി വഴികാട്ടിയായി എപ്പോഴും ഉണ്ടായിരുന്നു. ദീർഘദർശനത്തോടെയും വിശ്വാസത്താൽ നടക്കും എന്ന് ഉറച്ചുകൊണ്ട് നിരവധി സുവിശേഷ പ്രോഗ്രാമുകൾ നടത്തുന്നതിനായുള്ള അസാമാന്യമായ പ്ലാനിംഗ് കഴിവുകളും തുടർ ആലോചനകളും കൃത്യമായ നിർവഹണവും അദ്ദേഹത്തിന്റെ കൈമുതലായിരുന്നു. സുവിശേഷ യാത്രയുടെ എല്ലാ ഘട്ടത്തിലും സഹധർമ്മിണിയും പ്രതിസന്ധിയിൽ പതറാതെ നിൽക്കുന്നതുമായ ധീരവനിത ഉഷ ജെയിംസൺ ഒപ്പമുണ്ടായിരുന്നു. കോവിഡ് സമയത്ത് ലീഡർ ഇമ്പാക്ട് എന്ന മഹാപ്രസ്ഥാനത്തിലൂടെ സുവിശേഷ ദൗത്യത്തിന്റെ തുടർ പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥി ലീഡർമാരുടെ അടുത്ത തലമുറകളെയും ഒത്തുചേർത്തുള്ള കുടുംബ സംഗമം നടത്തി. കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് KCSLC തുടങ്ങിയതായ വിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അവരെ സുവിശേഷ വേലയ്ക്കായി അദ്ദേഹം കൈപിടിച്ചുയർത്തി. ഏതൊരു ആവശ്യത്തിനും ക്ഷീണം മറന്നും മനുഷ്യ സ്നേഹത്തെ മുന്നിൽ നിർത്തിയും അദ്ദേഹം ഓടിയെത്തുമായിരുന്നു. വിശ്വാസത്താൽ നേടിയ തന്റെ പ്രിയ മക്കളെ കാണുവാൻ അദ്ദേഹം പിതാവ് എന്ന നിലയിൽ സ്നേഹമാർന്ന വിളിയോടുകൂടി എപ്പോഴും അടുത്തെത്തുമായിരുന്നു. തിരുവചനത്തിലുള്ള ആഴമായ ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സുവിശേഷീകരണവും പ്രാർത്ഥനയും തിരുവചന പഠനവും സരസവും ലളിതവുമായ നിലയിൽ ആഴമേറിയ ആത്മീയ സത്യങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു നല്ല ഗുരുവിന്റെ കഴിവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. തീർച്ചയായും ദൈവം അയച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതെ, നമുക്ക് വീണ്ടും പ്രത്യാശിക്കാം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ, പ്രത്യാശയിൽ, വിശ്വാസത്തിൽ അദ്ദേഹം വീണ്ടും സംസാരിക്കുമെന്ന്. ആ നല്ല മാതൃക നമുക്ക് പിൻപറ്റാം. നിത്യതയുടെ തീരത്ത് അവസാന ശ്വാസം വരെ നല്ല പോർ പൊരുതി ഓടി വിശ്വാസം കാത്ത പ്രിയ വി.സി. ജെയിംസൺ അച്ചായന്റെ കിരീടത്തിൽ നിരവധി പ്രതിഫലങ്ങളുടെ രത്നക്കല്ലുകൾ നമുക്ക് കാണാം. ക്യാമ്പസ് ക്രൂസേഡിന്റെ ദേശീയ സംഗീത വിഭാഗമായ ഹാർട്ട് ബീറ്റ്സിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് നടന്ന മ്യൂസിക് പ്രോഗ്രാമിൽ വചന ശുശ്രൂഷ നിർവഹിച്ചത് അദ്ദേഹമായിരുന്നു. 4 പതിറ്റാണ്ട് മുമ്പ് പാലക്കാട് ജില്ലയിൽ നിന്നും ആരംഭിച്ച സുവിശേഷ പ്രയാണത്തിന്റെ സമാപനവും
അവിടെ തന്നെ ആയതും ദൈവനിയോഗമായിരിക്കാം. പ്രത്യാശ നിർഭരവും പ്രചോദനം നിറഞ്ഞതുമായ ആ മഹനീയ ജീവിതം എന്നും ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിൽ ഒരു ദീപനാളമായി അണയാതെ എന്നുമുണ്ടാകും. ദുഃഖാർത്തരായ കുടുംബത്തിന് എല്ലാ പ്രാർത്ഥനകളും ആശീർവാദങ്ങളും ആശ്വാസവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.